രാവിലെ മഴയാണ്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? അങ്ങനെ രാവിലെ തന്നെ ചാള മീനാണ് കിട്ടി. അപ്പം അത് മുളകിട്ട് കറി വയ്ക്കാനായിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ളത് ഇതൊക്കെ വയ്ക്കുന്നത് ഞാനല്ല, അമ്മയാണ് കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വെളിച്ചെണ്ണ നല്ല തിളച്ച് വരുമ്പോഴേക്കും കടുക് ഇടണം. കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ ഈ കറിവേപ്പില ഇടാവൂ. കറിവേപ്പില ഇട്ട് അതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഈ ചെറിയ ഉള്ളിയാണ് ഇതിൽ വേണ്ടത്. അല്ലാതെ സവാള ഇട്ട ഇതിൻ്റെ ടേസ്റ്റ് കിട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇതിനാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പച്ചമുളക്, നാടൻ പച്ചമുളകായാലും കുഴപ്പമില്ല, ഇത് നാടൻ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുള്ളതാണ് എടുത്തത്. പിന്നെ വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴറ്റി കിട്ടാൻ വേണ്ടിക്ക് കുറച്ച് ഉപ്പിടുമ്പോൾ പെട്ടെന്നൊരു ആ കളറൊക്കെ ചേഞ്ചായി ബ്രൗൺ കളറാവും. ഭയങ്കരമായിട്ടല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് എണ്ണയിലോട്ടൊന്ന് മൂത്ത് വന്നോളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ടാണെങ്കിൽ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലോട്ട് തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റണം. അപ്പോൾ ഈ തക്കാളിയിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് പോയി ഡ്രൈ ആയിട്ട് എല്ലാം കൂടെ ഒന്ന് സെറ്റാവും. അങ്ങനെ ഇതെല്ലാം വഴറ്റി എല്ലാം കൂടെ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് സെറ്റായിരിക്കും, വഴറ്റി കിട്ടും വേഗം. എന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇടണം. പിന്നീട് ആ മസാലപ്പൊടിയൊക്കെ ഇടേണ്ട. മസാലപ്പൊടി ഇട്ട്, അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഉലുവപ്പൊടിയാണ്, വറുത്ത് പൊടിക്കത്തില്ല അതും, പിന്നെ മുളക് പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട്. കാരണം മുളക് അരച്ച കറിയല്ലേ, മുളക് കറി. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഈ മസാലയൊക്കെ ഇട്ടതെല്ലാം കൂടെ ഒന്ന് വഴറ്റുമ്പോൾ ഇതിൻ്റെ പച്ച മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറുന്നത് വരെ ഇതൊന്ന് ജസ്റ്റ് വഴറ്റണം. അന്നേരമൊക്കെ ആണെങ്കിൽ ചട്ടി എന്തെങ്കിലും ഡ്രൈ ആയിട്ടിരിക്കും. ഇതെല്ലാം വഴറ്റി കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇതിങ്ങനെ വഴറ്റി എടുക്കണം, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ പെണംപുളി അതൊന്ന് ഇട്ട് കൊടുക്കണം. അത് നേരത്തെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വച്ചിരിക്കുമല്ലോ, പിന്നീട് ആ ഇടുന്ന വെള്ളം കൂടെ അതിലെടുത്ത് ഒഴിക്കുന്നത്. ഇതിങ്ങനെ ഒന്ന് നല്ല വഴറ്റിയിട്ട് ആ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം ഇതിൽ കൂടെ ഒഴിക്കും. അങ്ങനെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ കലക്കും. കാരണം പൊടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കട്ട കാണുമല്ലോ, അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ജസ്റ്റ് ഒന്ന് കലക്കി വെള്ളമെല്ലാം ആവശ്യത്തിനിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങളുടെ അനുസരിച്ച് ഉപ്പൊക്കെ ഇടണം. പാകത്തിന് ഉപ്പൊക്കെ അതിൽ ചേർത്തോളണം. എന്നിട്ട് ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും നല്ല തിളയ്ക്കും. തിളച്ചതിന് ശേഷമാണ് ഈ മീൻ ഇടേണ്ടത്. അങ്ങനെ മീനൊക്കെ ഇട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടെ വന്നിട്ട് തവിയിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ മുകളിലോട്ട് പൊങ്ങി വന്നിട്ട് നമ്മുടെ ഈ ചാള മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ കപ്പയാണ്. അപ്പോൾ ഓൾറെഡി കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ആദ്യം കഴിക്കണത് കപ്പയുടെ കൂടെ ചാള മീൻ കറിയും. പിന്നെ അതിൻ്റെ കൂടെ മഴയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.